കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തന്ന ദൈവിക ദൂത് സങ്കീർത്തനങ്ങൾ 65 അധ്യായത്തിൽ നിന്നുമാണ്. സങ്കീർത്തനങ്ങൾ 65 6 വാക്യം നമുക്ക് വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി 65 സങ്കീർത്തനം 6 വാക്യം. അവൻ ബലം അരയ്ക്ക് കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. 7 വാക്യം. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ആമേൻ. നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ ബലം അരയ്ക്ക് കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. ഇന്ന് എന്നോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്ന ദൈവിക ചിന്ത ഉറപ്പിക്കുന്ന ദൈവമെന്നുള്ള. ഉറപ്പിക്കും നിങ്ങളെ. ഒന്ന് നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കും. വചനം നാം പഠിക്കുമ്പോൾ ഇരു മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു എന്നാ വചനം പഠിപ്പിക്കുന്നു. ഇരു മനസ്സുള്ളവർ, അതായത് ഉറപ്പില്ലാത്തവർ, ചാഞ്ഞ വേലി പോലെ ആടുന്ന അവസ്ഥകൾ, ഇതെല്ലാം ആത്മീകത്തിൽ നന്മ പ്രാപിക്കുന്നതിന്, ദൈവപ്രസാദം നമ്മുടെ മേൽ വരുന്നതിന് തടസ്സമാണ്. നമ്മൾ എപ്പോഴാണോ കർത്താവിൽ നമ്മുടെ ഹൃദയം ഉറയ്ക്കുന്നത്, കർത്താവിൽ നമ്മുടെ ഹൃദയം ബലപ്പെടുന്നത്, കർത്താവിൽ നമ്മൾ ശക്തിപ്പെടുന്നത്, അപ്പോഴാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നും, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്നും, എൻ്റെ ദൈവം എനിക്ക് പരിചയം എൻ്റെ മഹത്വവുമാണെന്നും, അവൻ എൻ്റെ തലയെ ഉയർത്തുന്നവനാണെന്നും ഞാനും നിങ്ങളും ഇരു മനസ്സോടെയല്ല, ഒറ്റ ഹൃദയത്തോടെ ഉറപ്പോടെ നാം അത് വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വരുന്നത്. വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം എൻ്റെ എനിക്ക് തണൽ, എനിക്ക് പരിച, അവൻ എൻ്റെ വലത്തുഭാഗത്ത് എനിക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കത്തില്ല. എൻ്റെ ഒരു വശത്ത് 1000 എൻ്റെ വലത്തുവശത്ത് 10,000 വീഴും, എങ്കിലും അവ എന്നോട് അടുക്കുകയില്ല. കർത്താവ് പറയുന്നു, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സ്വോത്രം, സിംഹത്തിന്മേലും അണലുമേലും നീ ചവിട്ടും. സ്വോത്രം, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് പകൽ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടോ? സ്വോത്രം, എൻ്റെ ദൈവം ബലം അരയ്ക്ക് കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് നിന്നെ ഉറപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് എത്രയധികം കഴിയും. ബലം അരയ്ക്ക് കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് എന്നെ ഉറപ്പിക്കാൻ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ ദൈവം എന്നെ ഉറപ്പിക്കോ. വിശ്വാസത്തിൽ ഉറപ്പിക്കോ, വിശുദ്ധിയിൽ ഉറപ്പിക്കോ, ആരാധനയിൽ ഉറപ്പിക്കോ, ദൈവവചനത്തിൽ ഉറപ്പിക്കും. എൻ്റെ കാലുകൾ വഴുതി പോകാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ എന്നെ ഉറപ്പിച്ചു നിർത്തും. ക്രിസ്തു എന്ന പാറമേൽ എന്നെ ഉറപ്പിച്ചു നിർത്തും. പ്രിയപ്പെട്ടവരെ, ഇരു മനസ്സുകൾ, സംശയങ്ങൾ, അതെല്ലാം നമ്മുടെ ഉള്ളത്തിൽ നിന്നും ഇന്ന് പകൽ എടുത്തു മാറ്റിയാട്ട് അവയെല്ലാം മാറിപ്പോകട്ടെ. ഉറപ്പുള്ള ഒരു ഹൃദയം, ഉറപ്പുള്ള ഒരു ഹൃദയം, ഉറപ്പുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ഉറപ്പുള്ള ഒരു പാറമേൽ നമുക്ക് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇരു മനസ്സാണ് എങ്കിൽ നമുക്ക് മുന്നേറുവാൻ കഴിയത്തില്ല, നമുക്ക് ഉറപ്പില്ല. സ്വോത്രം. എന്നാൽ ഈ പകലിൽ സ്വോത്രം, ബലം അരയ്ക്ക് കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും ഉറപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ രാജ്യത്തിൽ നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ ഏത് സിറ്റിയിലാണോ, രാജ്യത്താണോ, ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, അവിടെ നിങ്ങൾ ഇളകുകയല്ല, നിങ്ങളെ ഇളക്കാൻ നോക്കുന്ന ദുരാത്മ മേഖലകളെ ദൈവം ഇളക്കി മാറ്റിക്കളയും. സ്തോത്രം, സ്തോത്രം. ഏത് ഇടത്താണോ നിങ്ങളെ ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു പറയുന്നത്, അവിടെ നിങ്ങളെ ഉയർപ്പിപ്പാൻ അല്ലെങ്കിൽ ഉറപ്പിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഈ പകൽ അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കും. ദൈവവചനം നാം പഠിക്കുമ്പോൾ കുടുംബ
കുടുംബമായി ആമേ ദൈവം ഉറപ്പിക്കും. ആമേൻ ആമേൻ ആമേ ശുശ്രൂഷകളിൽ ദൈവം ഉറപ്പിക്കും. ആമേ നന്മകൾ തന്നു ദേശത്ത് ഉറപ്പിക്കും. ആമേ അടിസ്ഥാനമിട്ട് ദൈവം ഉറപ്പിക്കും. അങ്ങനെയെങ്കിൽ ഈ പകൽ വിശ്വസിക്കണം. ആമേ എൻ്റെ ദൈവം നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥ ആമേൻ ആമേ അറിയുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങളോടായി ആമേ ദൂത് പറയുന്നു. എൻ്റെ ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ആമേ കുഴഞ്ഞ ചേറ്റിലും താണ കുഴിയിലും ആമേ ദാവീദ് കടന്നു. ദാവീദ് ആമേ താണ കുഴിയിലും കുഴഞ്ഞ ആമേ അവസ്ഥയിലുമായിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ ദാവീദ് യഹോവയ്ക്കായി കാത്തിരുന്നു. ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ എൻ്റെ നിലവിളി കേട്ട് എങ്കിലേക്ക് ചാഞ്ഞു വന്നു. അവൻ എന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. അവൻ ആമേ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ആമേ ഇന്ന് പകൽ ആമേ കുഴഞ്ഞ അവസ്ഥയിൽ ആമേ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, കുഴഞ്ഞ അവസ്ഥയിൽ നിങ്ങളുടെ ജോലി വിഷയമായിരിക്കുന്നുണ്ടെങ്കിൽ, കുഴഞ്ഞ അവസ്ഥയിൽ നിങ്ങളുടെ കുടുംബമായിരിക്കുന്നുണ്ടെങ്കിൽ, കുഴഞ്ഞ അവസ്ഥയിൽ നിങ്ങളുടെ ആത്മീക ജീവിതമായിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഒരു കരം ആമേൻ ആമേ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന കരം ആമേൻ ആമേ ഇന്ന് നിങ്ങളുടെ നേരെ നീണ്ടുവരികയാണ്. നിങ്ങളെ ആ കുഴഞ്ഞ അവസ്ഥയിൽ നിന്നും കൈപിടിച്ചു കയറ്റി ഒരു പാറമേൽ നിങ്ങളുടെ ആമേ പാദങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവർ ആമേൻ ആമേൻ ആമേ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ എന്ന് വചനം പറയുന്നെങ്കിൽ, ഇന്ന് ചിലരെ ആമേ പർവ്വതം കണക്കെ ദൈവം ഉറപ്പിക്കുകയാണ്. അട്ടനാദകൽക്കനകടകരഗതിയ പർവ്വതം കണക്കെ ഒരു ബലം ആരുടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പകരുന്നതായി എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ ആമേൻ ആമേ. ഒരു പർവ്വതത്തിന്റെ ബലം ചിലരുടെ ഉള്ളിൽ ആമേ ദൈവം പകരുന്നു. ചിലരുടെ ആത്മാവിനകത്ത് ദൈവം പകരുന്നു. ഓ ഹല്ലേലൂയ. ആമേ നീ വീണു പോകുകയില്ല, നീ തളർന്നു പോകുകയില്ല, ആമേ നിന്റെ കാലുകൾ തെന്നിപ്പോകുകയില്ല. ആമേൻ ആമേ നിന്നെ ദൈവം ഉറപ്പിക്കുകയാണ്. യഹോവയിൽ ആശ്രയിക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന നിന്നെ സിയോൻ പർവ്വതം പോലെ ദൈവം ഉറപ്പിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ 1 കൊരിന്ത്യർ ആമേ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, ലേഖനത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ആമേൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും 2 കുലുങ്ങാത്തവരുമായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പകൽ അവൻ ബലം അരയ്ക്ക് കെട്ടി തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണെങ്കിൽ, ആമേൻ, എന്നെയും നിങ്ങളെയും ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പൗലോസ് പറയുകയാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും നിങ്ങൾ കുലുങ്ങാത്തവരുമാകണം. ആമേൻ ആമേൻ ആമേൻ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ ആമേൻ സ്തോത്രം. ആമേൻ നാം ഉറപ്പോടെ, നാം കുലുങ്ങാത്തവരായി, ആമേൻ 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 ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായി, ആമേൻ ദൈവ സാന്നിധ്യത്തിൽ ആമേൻ ഉറപ്പുള്ളവരായി, ആമേൻ ആമേൻ ദൈവത്തിൽ ആമേൻ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നാം ആമേൻ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അധികമായി ദൈവകരങ്ങളിൽ ഉപയോഗിപ്പാനിടയായി തീരും. എത്ര പേർക്ക് ഈ പകൽ ആ ഒരു ആമേൻ 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 ആമേ ആമേ പ്രാർത്ഥനയോടെ ദൈവത്തെ നോക്കുന്നു? എത്ര പേർ ഇന്ന് കർത്താവിനോട് ചോദിക്കുന്നു, അപ്പാ എന്നെ ഉറപ്പിക്കണമേ, ആമേ ദൈവവചനത്തിൽ എന്നെ ഉറപ്പിക്കണമേ, ദൈവ സാന്നിധ്യത്തിൽ എന്നെ ഉറപ്പിക്കണമേ, ആമേ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണമേ. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് യാക്കോബ് ശ്രീക ഇങ്ങനെയാ പറയുന്നത്. ആമേൻ സ്തോത്രം. ആമേൻ. എന്നാൽ 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അപ്പൊ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉറപ്പ്, നാം ആരാധിക്കുമ്പോൾ ഒരു ഉറപ്പ്, നാം ദൈവത്തെ സേവിക്കുമ്പോൾ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകണം. നമ്മുടെ ദൈവം ആമേൻ സ്തോത്രം ആമേൻ നമ്മളോട് വൃഥാവായി ദൈവത്തെ സേവിപ്പീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ വ്യർത്ഥമായി വൃഥാവായി എന്നെ സേവിപ്പീൻ എന്നല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നമ്മുടെ ദൈവം നമുക്ക് നന്മകൾ തരുന്ന ദൈവമാണ്,
നമ്മുടെ ദൈവം നമുക്ക് ആമേൻ സ്തോത്രം ആമേൻ നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ ഉയർത്തുന്ന, പ്രതിഫലം തരുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 45 നിങ്ങളെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 45 അധ്യായം അതിന്റെ 19 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 45:19. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്, ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പീൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പീൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. നമ്മളോട് വ്യർത്ഥമായി ദൈവത്തെ അന്വേഷിപ്പീൻ എന്നല്ല. ദൈവത്തെ അന്വേഷിച്ചോ, നിനക്കതിന് പ്രതിഫലമുണ്ട്. ദൈവത്തെ നീ സേവിച്ചോ, അതിന് നിനക്ക് പ്രതിഫലമുണ്ട്. ആമേൻ 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 ആമേൻ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അറ്റം ആമേൻ ആമേൻ മനസ്സോടെ അല്ല, ആമേൻ മനസ്സില്ലാ മനസ്സോടെ ചുമന്ന ശീമോനെ ദൈവം ആമേൻ അനുഗ്രഹിച്ചെങ്കിൽ, അവന്റെ തലമുറയെ ദൈവം ബ്ലസ് ചെയ്തെങ്കിൽ, അവന്റെ തലമുറ ക്രിസ്തുവിൽ പ്രശസ്തരാണ് ആയെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. കർത്താവ് പറയുന്നു ആമേൻ ആമേൻ സ്തോത്രം, നിങ്ങൾ കുലുങ്ങാത്തവരും നിങ്ങൾ ഉറപ്പുള്ളവരുമായിരിക്കണം. ആമേ വ്യർത്ഥമായി എന്നെ സേവിപ്പീൻ ആമേ എന്നല്ല ദൈവം നമ്മളോട് ആമേ പറഞ്ഞിരിക്കുന്നേ. നാം ദൈവത്തെ സേവിച്ചോ, ആമേ ദൈവം അതിന് പ്രതിഫലം തരുന്ന ദൈവമാണ്. ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിക്കുവിൻ എന്നല്ല ഞാൻ കൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ ആമേ. വ്യർത്ഥമായി അന്വേഷിപ്പിൻ എന്നല്ല. ആമേ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കാമെന്ന് പറഞ്ഞവൻ, എന്നെ ഉയർത്തുന്നവനെ ഞാൻ ഉയർപ്പാമെന്ന് പറഞ്ഞവൻ, ഈ പകലിലും ആമേ എങ്ങും ഹൃദയം കുലുങ്ങിപ്പോകരുത്, എങ്ങും മനസ്സ് തളർന്നു പോകരുത്. ആമേൻ ആമേ. അവൻ ആമേൻ നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഈ പകലിൽ ഇരു മനസ്സുകൾ മാറിപ്പോകട്ടെ. ആമേൻ ആമേ. സംശയങ്ങൾ മാറിപ്പോകട്ടെ. ആമേൻ ആമേൻ ആമേ. ഈ പകലിൽ ഒരു ഉറപ്പ്, എൻ്റെ ദൈവം എൻ്റെ നീതിയാണ്, എൻ്റെ ദൈവം എൻ്റെ പരിചയമാണ്, എൻ്റെ ദൈവം എൻ്റെ ആമേ തലയെ ഉയർത്തുന്നവനാണ്. ആമേ ആ ഒരു ഉറപ്പോടെ ഈ പകലിൽ ആമേൻ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അവിടെ പറയുകയാണ്, ഇങ്ങനെയുള്ള മനുഷ്യൻ, അതായത് ഇരു മനസ്സുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് എന്തെങ്കിലും ആമേ ലഭിക്കും ആമേ എന്ന് നിരൂപിക്കരുത്. അടുത്തത് പറയാ, ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അസ്ഥിരൻ. നമ്മളെ അസ്ഥിരനാക്കാനല്ല നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളി, നമ്മളെ ആമേൻ ആമേൻ ആമേ ഉറപ്പിക്കാൻ, സ്ഥിരതയുള്ളവനാക്കി. ആമേൻ ആമേൻ ആമേ. സ്ഥിരതയുള്ളവനാക്കി. അസ്ഥിരൻ എങ്ങും ഉറപ്പില്ല. ആമേ ഒന്നിലും ഉറപ്പില്ല. ആമേൻ സ്തോത്രം സ്തോത്രം. ആമേൻ ആമേ. എന്നാൽ അസ്ഥിരനായി ഇരിപ്പാനല്ല നമ്മുടെ കോളിംഗ്. ആമേ ഉറച്ചു നിൽക്കുന്ന ആമേ സിയോൻ പർവ്വതം പോലെ ദൈവത്തിൽ, ദൈവവചനത്തിൽ ആമേ ഉറച്ചു നിന്ന് ആമേൻ ആമേൻ ആമേ നമുക്ക് മുമ്പോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ആമേൻ ആമേ. ദാനിയേൽ പ്രവചനവും കൂടെ ആമേ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, ദാനിയേൽ പ്രവചനം ആമേൻ സ്തോത്രം 11 അധ്യായം അതിന്റെ 32 വാക്യം ഒന്ന് വായിച്ച്. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അതിനുപായം കൊണ്ട് വഷളാക്കും. അടുത്ത ഭാഗമാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അടുത്ത ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഒന്നും കൂടെ ശക്തിയോടെ പറ, ഉറച്ചു നിൽക്കും. ആര് ഉറച്ചു നിൽക്കും? തങ്ങളുടെ ദൈവത്തെ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം. ആമേൻ ആമേൻ. അവർ ഉറച്ചു നിൽക്കോ. ഉറച്ചു നിൽക്കുക മാത്രമല്ല, അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരെ കൊണ്ട് ദൈവം എന്ത് ചെയ്യിക്കും? വീര്യം പ്രവർത്തിക്കുക. ആമേൻ ആമേൻ. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം ആമേൻ അസ്ഥിരനല്ല, ഇരു മനസ്സുള്ളവനല്ല. ആമേൻ ആമേൻ. ബലം അരയ്ക്ക് കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നവൻ എന്നെ ഉറപ്പിക്കോ, എന്നെ ഉറപ്പിക്കോ, എന്നെ വചനത്തിൽ ഉറപ്പിക്കോ, പ്രാർത്ഥനയിൽ ഉറപ്പിക്കോ, വിശുദ്ധിയിൽ ഉറപ്പിക്കോ, ആരാധനയിൽ ഉറപ്പിക്കോ. കാരണം അവൻ എന്നോട് പറഞ്ഞത് വ്യർത്ഥമായി അവനെ സേവിപ്പാനല്ല, അവനെ സേവിക്കുന്ന നിനക്ക് അവൻ പ്രതിഫലം തരുന്ന ദൈവമാണ്. അബ്രഹാമിനെ ഏകനായി വിളിച്ച് അവന് പ്രതിഫലം കൊടുത്ത ദൈവം. ആമേൻ ആമേൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ മകനെ മകളെ ഇന്ന് പകൽ നിനക്കൊരു ഉറപ്പുണ്ടാകണോ? ആമേൻ. എന്റെ ദൈവം
ആമേൻ എനിക്ക് കടക്കാരനാകത്തില്ല. ആമേൻ ആമേൻ ഈ അധികാലയിൽ ആമേൻ ആമേൻ ദൈവസന്നിധാനത്തിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദര, നീ ഉറച്ചോ. നിന്റെ ഹൃദയം ഉറപ്പുള്ളതാകട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ നീ ഉറപ്പുള്ളവനും കുലുങ്ങാത്തവനുമാകട്ടെ. ആമേൻ നിന്റെ അകത്തൊരു ധൈര്യം വേണം, നിന്റെ അകത്തൊരു ആമേൻ വിശ്വാസം വേണം. ഇരു മനസ്സല്ല, അസ്ഥിരനല്ല, സ്ഥിരതയുള്ളവനായി പറ. ആമേൻ എൻ്റെ ദൈവം ആമേൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഉറപ്പുള്ളവനായി നിന്നാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും. ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉറപ്പുള്ളവനായി നിന്നാൽ ദൈവത്തിന്റെ ആമേൻ കൃപ ആമേൻ ധാരാളമായി നമ്മുടെ മേൽ പകരും. എല്ലാ വചനവും എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തൊട്ട് പറഞ്ഞു വിടാം. ഒന്ന്, ഉറപ്പുള്ളവനായി നിന്നാൽ ദൈവത്തിന്റെ മഹത്വം, വിടുതലുകൾ കാണാൻ കഴിയും. രണ്ട്, ഉറപ്പുള്ളവനായി നിന്നാൽ ആമേൻ ആമേൻ ദൈവത്തെ ആമേൻ ആശ്രയിക്കുന്നവർ ആമേൻ സഹോദരൻ അവരെ ആമേൻ ദൈവം ആമേൻ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാക്കോ. ആമേൻ ഉറപ്പുള്ളവനായി നിന്നാൽ, ദൈവത്തിൽ ആമേൻ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് ഉറപ്പുള്ളവനായി നിന്നാൽ വീര്യം പ്രവർത്തിപ്പാൻ ആമേൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. ആമേൻ സഹോദരൻ, വീര്യം പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ച് നിന്ന് വീര്യം പ്രവർത്തിക്കും. ആമേൻ സ്തോത്രം. ഉറച്ച് നിൽക്കുന്ന ജനത്തിന് കർത്താവ് പ്രതിഫലം നൽകും. കർത്താവ് പ്രതിഫലം നൽകും. കർത്താവ് ആമേ അവരെ മാനിക്കും. ആമേ വ്യർത്ഥമായി എന്നെ സേവിപ്പീനെന്നല്ല. ഈ പകലിൽ ആമേ കർത്താവിന്റെ വചനത്തിൽ ആമേ കർത്താവിന്റെ ആമേനോടുള്ള ആമേ വിശ്വാസത്തിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിൽ എല്ലാ ഉറപ്പുണ്ടാകട്ടെ. എല്ലാ സംശയങ്ങളും, എല്ലാ അസ്ഥിരതകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഈ പകലിൽ ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ പാദങ്ങളെ ദൈവം ഉറപ്പിക്കുക, ചിലരുടെ ഹൃദയങ്ങളെ ദൈവം ഉറപ്പിക്കുക. എല്ലാ സംശയങ്ങളും മാറിപ്പോവുക. നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ നിങ്ങളെ ഉറപ്പിക്കും. അധികാര റബനഘടക രഗനഘടകരകശസ്യ, എവിടെയാണോ ശത്രു നിങ്ങളെ ഇളക്കുമെന്ന് ആമേ പറയുന്നത്, ഏത് മേഖലയിലാണോ ശത്രു നിങ്ങളെ ഉറപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്നത്, അതേ ഇടത്ത് ഈ പകൽ ആമേ വിളിച്ചു പറ, എൻ്റെ ദൈവം എന്നെ ഉറപ്പിക്കും. അധികാര ദരജഗത്തുര ശിഖാലകൾ കനകടകരകന, കുഴഞ്ഞ ചേറ്റിൽ നിന്നും താണക്കുഴിയിൽ നിന്നും കൈപിടിച്ച് കയറ്റി ക്രിസ്തു എന്ന പാറമേൽ ദാവീദിനെ ഉറപ്പിച്ച ദൈവം, എന്നെ ഉറപ്പിച്ച ദൈവം, എൻ്റെ നാവിൽ, നിങ്ങളുടെ നാവിൽ പുതിയ പാട്ട് തന്ന ദൈവം, ആ ദൈവം വീണ്ടും ഇന്ന് പകൽ നമ്മുടെ അകത്തൊരു ഉറപ്പ്, ഒരു ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, രണ്ടുപേർ ഭവനം പണിതു. ഒരാൾ പാറമേൽ വീട് പണിതു, ഒരാൾ മണലിന്മേൽ പണിതു. എന്നാൽ ഉറപ്പുള്ളത് പാറമേൽ പണിതതാണ്. ഉറപ്പുള്ളത് പാറമേൽ പണിതതാണ്. ദൈവവചനത്തിനകത്ത് ദൈവത്തിൽ ആഴത്തിൽ ആമേ വിശ്വാസത്തോടെ ആമേ ഉറപ്പുള്ളവനായ ആര് ആമേ നിൽക്കുമോ, അവന്റെ വിശ്വാസ പടകിന് നേരെ, ആ വീടിന് നേരെ കാറ്റുകൾ വരാം, തിരമാലകൾ വരാം, പ്രതികൂലങ്ങൾ വരാം. പക്ഷേ ഉറപ്പുള്ള സ്ഥാനത്ത് പണിതവൻ, കർത്താവിൽ ആമേ ഉറപ്പുള്ളവൻ, ആമേ അവൻ നിന്നു. ആമേ വാക്യൊക്കെ തകർന്നു പോകുവാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ ആമേ മണലിന്മേലുള്ള അനേകർ ആമേ വീണുകൊണ്ടിരിക്കുമ്പോൾ, തളർന്നുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവർ വീണുകൊണ്ടിരിക്കുമ്പോൾ, ആമേ കർത്താവിൽ ആമേ ഉറപ്പുള്ളവളായി എന്നെയും നിങ്ങളെയും ദൈവം നിർത്തട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആമേ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആമേൻ